നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയവരുടെ കമന്റ്സ് നിങ്ങൾ കുറെ ദിവസമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഒറ്റ അനുഗ്രഹങ്ങൾ കിട്ടാത്ത ഒരുപാട് പേരെയാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഈ അനുഗ്രഹങ്ങൾ കിട്ടാത്തവർക്ക് ഈ വീഡിയോയിൽ അവരുടെ കമന്റ്സ് കാണുന്നത് ഒരു സന്തോഷമല്ലേ? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ വീഡിയോന്റെ ഇൻട്രോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇവർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു അനുഗ്രഹം കിട്ടിയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിലിരിക്കും, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് സംഭവിക്കും. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഈ ചാനലിൽ 18 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി ടെർമിനേറ്റ് ആയി പോയ ചാനലാണ്. അത് ഞാൻ ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തി 20 ദിവസത്തിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പിടിച്ചത്. അപ്പൊ ആ 20 ദിവസത്തിനുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ ഉണ്ടായിരുന്ന റീച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു 20,000-30,000 പേർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ 2 ദിവസമാണ് നമ്മുടെ വീഡിയോ ചാനലിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയൊന്നുമില്ല ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പോയാൽ ഒരു സെക്കൻഡിലേക്ക് പോകുന്നുള്ളൂ. എനിക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ അധികം പറഞ്ഞ സമയം കളയുന്നില്ല, എപ്പിസോഡ് 44ന്റെ റിയാക്ഷനിലേക്ക് പോവാം. പതിവ് പോലെ ഡാൻസോട് കൂടി നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തു. ആരുടെ ഉറക്കത്തിൽ നിന്ന് എനിക്ക് ഡാൻസ് കളിക്കാൻ വരുന്നേ? സീക്രട്ട് ഏജന്റ് ഡാൻസാ എന്നൊന്ന് ഞാൻ തകർക്കും. സീക്രട്ട് ഏജന്റ് അഭിഷേകം നമ്മൾ പഠിച്ച സ്റ്റെപ്പ് കഴിഞ്ഞടിയാ ഞാൻ കണ്ടിരിക്കാം. രാവിലെ തന്നെ നമ്മുടെ ചിന്തോ ചേട്ടൻ ഋഷിയുടെ പുറകെ നടക്കാണ്. പവർ ടീമിൽ എന്നെ എടുക്കില്ലേ നിങ്ങള്? വടം വലിച്ച് നിങ്ങളെ പവർ ടീമിൽ കയറ്റിയത് ഞാനാണ്. അത് നന്ദി വേണം. ചെയ്യാനിരുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക. ശ്രീരേഖ ചേച്ചിയാണെങ്കിൽ സിബിന്റെ പുറകെ നടക്കാം. സിബിനെ, ഞാൻ പവർ ടീമിൽ കയറിയല്ലോ, നീ ഇംപ്ലിമെന്റ് ചെയ്യാൻ വെച്ച ഐഡിയാസ് എനിക്ക് പറഞ്ഞതാ, ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാം. നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് അങ്ങോട്ട് പോവാം. ഇത്തവണ നമുക്ക് ഫണ്ണും എന്നാൽ ആവേണ്ടത് സിബി, ആ പരിപ്പിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേര്, ഞാൻ പറഞ്ഞു തരില്ല. അപ്പൊ സായി അങ്ങോട്ട് വന്നു. അപ്പൊ സിബിൻ സായിനോട് പറയാണ്, എടാ ഞാൻ തീരുമാനിച്ചു, ഞാൻ പോവാണ്. സൈലൻസ് ആണ് എന്റെ ഉത്തരം. പൂജ അവിടെ ഇരുന്ന് കരയുമ്പോ ആരവിടെ ഇരുന്ന് കുളിക്കുന്നേ? അല്ല, പൂജ എന്തിനാ കരയണേ? ബെഡ് റെസ്റ്റ് ആയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ? എന്താ സീൻ? അത് ശരി. ഇത്രയും വയ്യാത്ത കൊച്ചിനെയാണ് ഇന്നലെ അവിടെ 10 റൗണ്ട് ഓടിച്ചത്. ഞാൻ തിരുമ്മി തരട്ടെ ആ ക്രീം? എന്റെ പൊന്ന് ശരണ്യെ, നീ എന്നെ വല്ലാണ്ട് തിരുമ്മി കിടത്തല്ലേ. അവിടെ അനങ്ങാണ്ടിരിക്കാൻ അവിടെ ഡോക്ടർമാരൊക്കെ ഉണ്ട്. അതായത് ജാസ്മിൻ ഇന്നലെ ഡെന്നി കിടന്നുറങ്ങി. സീക്രട്ട് ഏജന്റിന്റെ സാക്ഷി വിളിച്ചു നിർത്തിയിട്ട് ജിൻഡോ പരാതി പറയാൻ വന്നേക്കാണ്. അവരെന്നെ വിളിച്ചിട്ട് നീ സാക്ഷി സിബിന് കിടക്കാൻ വേണ്ടിട്ടാണ് അവളെ വയ്യാതെ കിടക്കണ പൂച്ച പറയാണ്. സിബിൻ ചേട്ടൻ ഇന്നലെ പവർ റൂമിൽ നിന്ന് പുറത്താക്കിയല്ലോ. സിബിൻ ചേട്ടന് കിടന്നുറങ്ങുന്ന സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജാസ്മിനെ ഡെന്നി കിടന്നോളാൻ പറഞ്ഞത്. എനിക്കറിയാമല്ലായിരുന്നു. ജിൻഡോ അങ്ങനെയായിരുന്ന ഒരു അടി ഉണ്ടാക്കാനുള്ള ചാൻസ് അല്ലേ പോയെ? മറ്റുള്ളവരെല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. ശ്രീരേഖ ഋഷിനോട് പറയാണ്, സിബിന് ഒതുങ്ങിയ സന്തോഷമാണ് എല്ലാവർക്കും. വല്ലാത്തൊരു വരവായിരുന്നു. പിന്നീട് അയമ്പ ശ്രീരേഖ പറയാണ്, ഇങ്ങനെ അടിച്ചിരുത്തിയവര് ഒരു തിരിച്ചുവരവുണ്ട്, അവര് പിന്നെ കപ്പും കൊണ്ടേ പോവുള്ളൂ. മുൻ സീസണുകൾ നോക്കിയത് കാണാം. ഇങ്ങനെ ഡിസ്കിന് വയ്യാത്ത പിള്ളേരെ കൊണ്ടുവന്നപ്പോ ബിഗ് ബോസിന് അറിഞ്ഞൂടെ ഓടുമ്പോൾ ടാസ്ക് കൊടുത്തു? അല്ലെങ്കിൽ പൂജയ്ക്ക് അറിഞ്ഞൂടെ എനിക്ക് ഓടിക്കഴിഞ്ഞ സീനാണെന്ന്? ഇത് രണ്ടും ചെയ്യാതെ ഓടി ഇപ്പൊ സീനാക്കി അതിനെ കുറച്ച് നാൾ ആശുപത്രിയിലാക്കിയപ്പോ എല്ലാവർക്കും സമാധാനമായില്ല. ബേബിയാ? അത് ശരി, വയ്യാണ്ട് എടുക്കുമ്പോ ബേബീനെ വിളിക്കുന്ന എന്താ അവസ്ഥയാണ് ബിഗ് ബോസ് വീട്ടില്? ഒരു സൈഡില് വയ്യാതെ കിടക്കുന്ന പൂജ, മറ്റേ സൈഡില് എനിക്ക് വീട്ടിൽ പോണെന്നും പറഞ്ഞു നടക്കുന്ന സിബി. എനിക്ക് എന്റെ മെന്റൽ സ്ട്രെങ്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഞാൻ അനുഭവിച്ച്. അതേപോലെ സിബിൻ പറയാണ് ഗബ്രീനോടൊക്കെ, എനിക്ക് എന്റെ മെന്റൽ ഹെൽത്ത് ആണ് ഏറ്റവും വലുത്. നിങ്ങളുടെ ന്യായം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആരെ പേടിക്കണം?
ഗബ്രി ഇതൊക്കെ എന്ത്? അളിയ അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്. ഗബ്രി സിബിന് ഉപദേശിക്കുക. ആദ്യം കുറച്ച് സീനൊക്കെ ഉണ്ടാവും, പിന്നെ ശീലായിക്കോളും. പിന്നെയോ? പിന്നെ അത് ശീലായിക്കളും കുഴപ്പമില്ലെന്ന ജോത്സ്യം പറഞ്ഞേ. നല്ലൊരു പുല്ലില്ല എന്നുള്ളത് അത് പറ്റൂല എനിക്ക്. എന്റെ ഒരു അഭിപ്രായത്തില് സിബിന്റെ പ്രധാന പ്രശ്നം ആര്യപടായി പേടിപ്പിച്ചിട്ടുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. വോയിസ് പിടിക്കട്ടെ. നിങ്ങളെ കൊച്ചിനെ കൊല്ലൂടെ? എന്തുവാടേ എന്നെ കൊല്ലാതെ അവിടെ ഇരുത്ത്, അവിടെ കിടത്ത്. നിങ്ങൾ പൊക്കിക്കൊണ്ടുപോവാ. നിങ്ങൾ ആര്? ഒരു സൈഡിൽ പൂജാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തന്ത്രപ്പാട് പെടുന്ന കണ്ടസ്റ്റൻസ്, മറു സൈഡിൽ ഒരാള് എന്നെ ഇറക്കി വിട്ട് ബിഗ് ബോസ് എനിക്ക് പോണം. അയ്യോ എനിക്ക് പറ്റൂല ഇതിനകത്തിരിക്കാൻ. ഒരാൾക്ക് പ്രാണവേദന, മറ്റേ ആൾക്ക് വീണവായന. അത് കഴിഞ്ഞപ്പോ പൂജേനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് സ്ട്രക്ചറുമായിട്ട് 4-5 ആൾക്കാർ വന്നു. പൂജേനെ അവർ പിടിച്ചു കിടത്തി സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് പോയി. ബിഗ് ബോസിന്റെ ഒരു അറിയിപ്പുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ക്യാമറയുടെ മുന്നിലാണ്, നിരീക്ഷണത്തിലാണ്. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ സുരക്ഷിതരാണ്. ആ കൊച്ചു വയ്യാന്ന് പറഞ്ഞ് നടന്നു എന്ന് പറഞ്ഞപ്പോ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്ട് അതിനെ കിടത്തി നടക്കാൻ വയ്യാണ്ടായപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് നിങ്ങളുടെ സുരക്ഷിതത്വം. ബിഗ് ബോസ് അത് പറ്റില്ല എനിക്ക്. നമ്മുടെ സിബിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. എനിക്ക് പേടിയാണ്, എനിക്ക് ഹൗസ് പേടിയാണ്. നിൽക്കാൻ വയ്യ. വീട് പോലെ കിടന്ന് ചെവി തിന്നും. നോറയുടെ ശബ്ദമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇമോഷണലി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ അവിടെ നിങ്ങൾക്ക് അറിയില്ല. അതേ ഇപ്പൊ ഋഷി പറയുന്നുണ്ട്, പുള്ളി എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്ക് ഇമോഷണലി എന്തെങ്കിലും സീൻ വന്നു കഴിഞ്ഞാൽ വൻ പണിയാണ്, കയ്യിൽ നിന്ന് പോകുന്ന പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഋഷി പറയും. അത്യാവശ്യം ഇപ്പൊ ഫീൽഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്ത് വന്ന സിബിനോട് ജിന്റെ ചോദിക്കാണ്, എടാ നീ നിന്റെ ഫീൽഡിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ, നീ അതീന്ന് ഇവിടേക്ക് വന്നത് എന്തുദ്ദേശത്തിലാ? അപ്പൊ ആ ഉദ്ദേശത്തിന് വേണ്ടി നീ ഇവിടെ നിക്ക്, എനിക്ക് വേണ്ടി നീ 1 മാസം ഇവിടെ നിക്ക്. എനിക്ക് വേണ്ടി 1 മാസം ഇവിടെ നിൽക്ക്. ഫെയിലറിനെ മാത്രം എടുക്കരുത്, സക്സസിന് മാത്രം എടുക്കുക. ജിൻഡോ ദ റിയൽ മോട്ടിവേറ്റർ. ജിൻഡോട്ട് എനിക്ക് ഇവിടെ നിന്നൊന്നും കിട്ടാനില്ല. പിന്നെ എന്തിനാടേ വന്ന നീ കുറ്റിയും പറിച്ച്? നിനക്ക് നാളെ ഒരിക്കലും മനസ്സിലാവും. ജിൻഡോ മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കണ്ടേടാ, നീ പറയണ കേക്ക്. നിനക്ക് അതിന്റെ റിസൾട്ട് പിന്നറിയാൻ പറ്റും. എന്റെ നിഗമനങ്ങൾ തെറ്റാറില്ല. ആ ഉത്തരം കണ്ടെത്തി എനിക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല. പക്ഷെ സിബിൻ അമ്പിനും വെല്ലി നടക്കുന്നില്ല. എനിക്ക് വീട്ടിൽ പോണം, എനിക്ക് വീട്ടിൽ പോണം, എനിക്ക് വീട്ടിൽ പോണം. അതിനുശേഷം നമ്മുടെ ക്യാപ്റ്റന്റെ അധികാരം കൈമാറ്റമാണ്. ശ്രീധുവിന് നമ്മുടെ ജിൻഡോ ചേട്ടൻ അധികാരം കൈമാറി. എന്താന്നറിയില്ല, ക്യാപ്റ്റൻ ആവണോണ്ടാന്ന് തോന്നുന്നു. ശ്രീധുവിന് കാണാൻ ചെറിയൊരു ഭംഗി കൂടുതലില്ലേ? സാധാ പോലെ സാധാ. ആർക്കൊക്കെയാണ് ആഗ്രഹമുള്ളത്? അത് കഴിഞ്ഞ് പവർ ടീമിൽ കയറാനുള്ള മത്സരമായിരുന്നു. അപ്പൊ ആർക്കൊക്കെ താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞപ്പോ നന്ദന, അഭിഷേക്, ഗബ്രി, ജിൻഡോ 4 പേര് എനിക്ക് മത്സരമുണ്ട്. അതെന്താണെന്ന് ഉടൻ അറിയിക്കാം. അപ്പൊ അവർക്കുള്ള മത്സരം പിന്നെ അറിയിക്കുന്നു പറഞ്ഞു. ടീമിന് വന്നിട്ട് ക്യാപ്റ്റൻ വന്നിട്ട് ജിൻഡോ ചേട്ടൻ. അത് കഴിഞ്ഞ് ടീം തിരികെയായിരുന്നു. അപ്പൊ ക്യാപ്റ്റൻ ആയിരുന്ന ജിൻഡോ ചേട്ടനെ നമ്മുടെ ജാസ്മിന്റെ ടീമിലേക്കാണ് ഇട്ടത്. അങ്ങനെ ജാസ്മിനും ജിൻഡോയും ഒരു ടീമിൽ. ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിഷമിച്ചിരിക്കുന്ന സിബിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാസ്മിൻ വന്നു. വെരി ഗുഡ് ക്വാളിറ്റി, അപ്രീഷിയേറ്റഡ്. എന്റെ വിഷയം വേറെയാണ്. എനിക്കിവിടെ അൺകംഫർട്ടബിൾ ആണ്. എനിക്ക് കുറെ ട്രോമ. ഞാൻ പറഞ്ഞില്ലേ, ജാസ്മിൻ ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ പൊളിയാണ്. കപ്പടിക്കാൻ വരെ സാധ്യതയുള്ള ഒരാളാണ് ജാസ്മിൻ. ബട്ട് ഗബ്രിയിലാണ്ട് ജാസ്മിന് പറ്റില്ല. ഇവിടുന്ന് പോവാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല, പക്ഷെ മാനസികമായിട്ട് പറ്റുന്നില്ല. മനസ്സിലായില്ലേ? സിബിൻ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് വീട്ടിൽ പോകണം. ഇപ്പം എനിക്ക് ഈ വീട് ഇഷ്ടമല്ല. മോശം കാര്യങ്ങൾ മാത്രമേ ആലോചിക്കാൻ പറ്റുന്നുള്ളൂ. ഇത്രയും ചഞ്ചല മനസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയാണോ ബിഗ് ബോസ് നിങ്ങൾ ഇത്രയും കഠോരമായ ഇന്റർവ്യൂ നടത്തി സെലക്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? പവർ റൂമിൽ കയറാനുള്ള ടാസ്ക് ആയിരുന്നു അടുത്തത്. ഒരു കഥ പറയും, ആ കഥ കേട്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന്റെ ആൻസർ ശരിയായി പറയുന്ന ആളുകൾക്ക് പവർ റൂമിൽ കയറാം. ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കഥ പറയട്ടെ. ബിഗ് ബോസ് പറഞ്ഞോളൂ. കഥ എന്താന്ന് കേൾക്കാം. വിശാലാക്ഷിയുടെ മകളുടെ മകൻ കോമളാങ്കൻ. 4 പശുക്കളും 6 ആടുകളുമായി കുന്നിൻ ചെരുവിലെ 7 അടി ഉയരത്തിൽ മുള്ളുവേലി കെട്ടിത്തിരിച്ചതിന്റെ വലതുവശത്തുള്ള പാതയിലൂടെ പോവുകയായിരുന്നു. അപ്പോൾ 2 കുട്ടിയാനകളും 5 കൊമ്പനാനകളും 3 പിടിയാനകളും കൂട്ടത്തോടെ പടിഞ്ഞാറ് ഭാഗത്ത് വേലി പൊട്ടിയ ഭാഗം ഇളക്കി മാറ്റി ഇടതുവശത്ത് കാണുന്ന പുഴയിലേക്ക് വെള്ളം കുടിക്കാനായി നടന്നു നീങ്ങി.
എന്റെ മോനെ സീൻ. ആനകളെ കണ്ടു പേടിച്ച് 2 ആട്ടിൻകുട്ടികൾ കിഴക്ക് ഭാഗത്തുള്ള ഘോരവാൻ ഗുഹയിലും 3 പശുക്കൾ കുറ്റിക്കാട്ടിലും ഓടിയൊളിച്ചു. പരിഭ്രാന്തനായ കോമളാങ്കൻ തിരഞ്ഞു നടന്ന് കാണാതായ ഒരു ആട്ടിൻകുട്ടിയെയും 2 പശുക്കളെയും കണ്ടെത്തി. അഭിഷേക് മൊത്തം കണ്ടുപിടിക്കുന്നുണ്ട്. അഭിഷേക് തന്നെ ആയിരിക്കും. കോമളാങ്കന്റെ ആരാണ് വിശാലാക്ഷി? മുത്തശ്ശി. ഗബ്രി മാസ്. വേലിയുടെ ഏത് ഭാഗത്താണ് പുഴ? ജിൻഡോ. കഥ ഉണ്ടാക്കിയവന്റെ അമ്മയ്ക്ക് വിളിക്കണം. പന്നി. ആനകളെ പേടിച്ച് ആട്ടിൻകുട്ടികൾ ഒളിച്ചത് എവിടെയാണ്? സിബിന ബാത്റൂമില്. കോമളാങ്കന്റെ ആരാണ് വിശാലാക്ഷി? ഭാര്യ. ജിൻഡോ ഭാര്യ. ആയിരുന്നത്. കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ച അഭിഷേകം ഉണ്ടല്ലോ, കാണാപ്പാടങ്ങനെ പറഞ്ഞു പഠിക്കായിരുന്നു. ഇത് എങ്ങനെയാണ് അവൻ ഓർത്തിരുന്ന് ഈ പറഞ്ഞു പഠിക്കാൻ? ഗബ്രി വിജയിച്ച്. അങ്ങനെ 3 ചോദ്യങ്ങൾ ശരി ഉത്തരം പറഞ്ഞ് ഗബ്രി പവർ ടീമിലേക്ക് കയറിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻ. വരൂ എല്ലാരും പൂ എടുത്തിട്ട് നിങ്ങൾ പോയി എപ്പോഴും ചെയ്യണം. അപ്പൊ എല്ലാവരും ഇങ്ങനെ സോഫയിൽ ഇരിക്കായിരുന്നു. ഗബ്രിക്ക് ഇത് കുത്തി കൊടുക്കായിരുന്നു. അപ്പൊ സിബിൻ എനിക്ക് ഒറ്റ പോക്ക്. ശ്രീതു പോലെ സിബിൻ ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ കറക്റ്റ് കാര്യം പറഞ്ഞാലും നീ അത് അംഗീകരിക്കാൻ പോണേയില്ല. ആ ഇവര് പിന്നെ വാഴത്തോട്ടത്തിലെത്തിയ നോക്കുന്നുണ്ട്, ഞാൻ മാറി നടക്കാൻ നോക്കുന്നതിന്റെ റീസൺ. മാറി നടന്നു തുടങ്ങിയ നല്ല കാര്യം. നീ പറയുന്ന കുത്തുവാക്കുകൾ തന്നെയാണ്, നീ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിൽ. ജാസ്മിന്റെ വിഷമങ്ങൾ പറയാണ്. നീ പറയുന്ന എങ്ങനെ നോവിക്കാൻ വേണ്ടി പറയുക. ഞാൻ ഹഗ്ഗിയാൻ നേരത്തെ നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുന്ന പോലുമില്ല. പോട്ടെ ജാസ്മിനെ, പോട്ടെ, എല്ലാം ശരിയാവും. ഇപ്പൊ നീ എൻ്റെ അടുത്ത് അതിൻ്റെ ഒരു നല്ലൊരു അംശമില്ല. നീ പുറത്തുള്ള ചെക്കനെ പറ്റിച്ചതിന്റെ അത്ര വരില്ലല്ലോ ഗബ്രി നിന്നോട് മിണ്ടാതിരിക്കുന്നത്. അത് കേട്ടാ മതി. വായില് തരാന്ന് പറയുമ്പോ നിങ്ങൾക്ക് വേണ്ടല്ലേ? വായില് തരാന്നാ? ഓ ചോറ്. ഓക്കെ. അവൻ ഉലാത്തുകയാണ് ഗൈസ്. സിബിൻ ഇതൊക്കെ പൊളിക്കാൻ കുറച്ച് സമയം എടുക്കും. ആരെയാ നോക്കണേ? ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച? ഒരു കുളിസീൻ. പിന്നെ കുളിയേ ദൈവമേ, കുളി കഴിഞ്ഞ് പോയിക്കാണോ? ഈ ഗെയിം ഷോയിൽ തുടരാൻ മാനസികമായി ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട്, അതും ഇത്രയും ആളുകൾ പുറത്ത് സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ പട്ടി ഷോ കാണിച്ച് മെന്റൽ ഹെൽത്ത് ആണ്, തേങ്ങയാണ്, മാങ്ങാ തൊലിയാണെന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഇറങ്ങി പോന്നെ. ഇവനൊക്കെ മണ്ടന്നല്ലാട്ട് എന്ത് പിടിക്കണം? ഇനി എനിക്ക് തുടരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മെന്റൽ ഹെൽത്ത് അവന്റെ ഒന്നും അനുസരിക്കണ്ട എന്ന് ഞാൻ തീരുമാനിക്കുന്നു. എൻ്റെ അതായിട്ട് ഞാൻ മൈക്കോടെ വെക്കുകയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സിബിനെ നീ ക്വിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞ് പുറത്തെ സിറ്റുവേഷൻസ് കാണുമ്പോഴാണ് നീ ഡിപ്രഷനിലേക്ക് പോവാൻ പോണേന്ന് നീ ഓർത്തു. മൈക്ക് ധരിക്കുക. സിബിനോ, നിങ്ങൾ ഗബ്രീനെ മുട്ടിലയറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ഇഴക്കണില്ലേ? ഇവിടെ ഇല്ലേ ശ്രീതു? നീ പോയേ, അവനോട് കൊഞ്ചാതെ. എനിക്കൊന്നും ഇഷ്ടല്ല. ആ 10 ദിവസമായിട്ട് കാണാതെ നമ്മുടെ CID തിരിച്ചു വന്നല്ലോ. വരണ്ടായിരുന്നു. എന്തിനാ ലാലേട്ടൻ ഇങ്ങനെ ഒരു കോമാളിയുടെ പോലെ ആക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇത് ആരും ഇതിന്റെ പുറകിലെ ഐഡിയ? ഇത് എന്തിനാ ലാലേട്ടൻ സമ്മതിക്കണേ? ഒന്നില്ലെങ്കിലും പുള്ളി ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ? കാര്യത്തിനും ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒരു കാര്യത്തിന് എന്നെ കമ്പൽ ചെയ്യരുത്. സിബി സീരിയസ് ആയിട്ടാന്ന് തോന്നുന്നു. എല്ലാവരും ഞെട്ടി. പണ്ട് ട്രോമയിലൊക്കെ പോയി അതുപോലെ തിരിച്ചു പോകുന്നത്. സിബിനെ, ആര്യാബേഡയുടെ ട്രോമയാണോ നീ ഉദ്ദേശിക്കുന്നത്? അതോ നിന്റെ ലൈഫിൽ നീ ഇതേപോലെ ഇതിനു മുമ്പ് ബിഗ് ബോസ് ഹൗസിൽ പോയണ്ടോ ട്രോമ വരെ? ഇനി സൈക്കോളജിസ്റ്റിനോട് സംസാരിച്ചിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. അതെ, ഇപ്പൊ ബിഗ് ബോസ് സിബിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു മുംബൈയിൽ നിന്ന് സൈക്കോളജിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പൊ എത്തും, നമ്മുടെ ഗബ്രീനെ ചികിത്സിച്ച അതേ സൈക്കോളജിസ്റ്റ് ആണ്, പേടിക്കണ്ട. അദ്ദേഹത്തിന്റെ സേവനം ഇന്ന് തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. മുംബൈയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് നമ്മുടെ സൈക്കോളജിസ്റ്റ് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫുഡിന്റെ കാര്യം നോമിനേഷൻ ആയിരുന്നു അടുത്തത്. പറയില്ല, കാരണം ഞാനും ജയിലിൽ പോയിട്ട് ആ സാധനം ചെയ്തു. അതിന്റെ ഗബ്രി പറഞ്ഞു ഞാൻ പറയില്ല, കാരണം ഞാൻ ഓൾറെഡി ജയിലിൽ പോയി ജാസ്മിനെ കെട്ടിപ്പിടിച്ചതാണല്ലോ, അതുകൊണ്ട് വേറെ ആരെങ്കിലും പറഞ്ഞാൽ മതി. ശ്രീരേഖ ചേച്ചി പറയാം. ശ്രീരേഖ അത് നിനക്ക് പറഞ്ഞ കാരണം പുറത്തൊരാള് ചെയ്ത് അങ്ങനെ നോമിനേറ്റ് ചെയ്ത് ലാസ്റ്റ് ഋഷി എത്തി.
ഋഷി നോമിനേറ്റ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞപ്പോ അടുത്തത് ആരെ വിളിക്കണ്ടെന്ന് പറയാൻ ബിഗ് ബോസ് മറന്നു, ചോദിക്കാൻ ഋഷിയും മറന്നു. ഋഷി പിന്നെയും ചെന്നു. ഋഷി സത്യം പറഞ്ഞാൽ മറന്നുപോയി. വന്ന് ബിഗ് ബോസിനും ഓർമ്മശക്തി കുറയും, പ്രായമായവരെയല്ലേ. വലിയ ചന്ദനാദി എന്ന ബെസ്റ്റാ. വേണ്ട വരുന്ന തോന്നുന്നുണ്ട്. നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ പവർ ടീമിലെ മെമ്പേഴ്സും ക്യാപ്റ്റനും ഒഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നു. എല്ലാവർക്കും പിരിഞ്ഞു പോകാം. എന്താ സന്തോഷം. നെഞ്ചുവേദന ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ പെട്ടെന്നൊന്ന് മെഡിക്കൽ റൂമിൽ. നമ്മുടെ സിബിന് നെഞ്ചുവേദനയാണ് ഗൈസ്. എന്തോ പോലെ ഫീൽ ചെയ്യുന്നു, ഒരു വേദന പോലെ. വേറൊന്നുമല്ല, തിന്നിട്ടെല്ലിന്റെ ഇടയിൽ കുത്തിയിട്ട് അർജുൻ ഈ സെയിം സാധനം ആക്ട് ചെയ്ത് കാണിച്ചു. ഞാൻ ശരണ്യുള്ളപ്പോ അപ്സരയുടെ വിഷമം പറയാണ്. അതായത് ഒരു ടൈമില് അർജുൻ എന്തോ കണ്ടിട്ട് അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല. പക്ഷെ പിന്നീട് ഒരു ടൈമില് അർജുൻ അതിനെ കളിയാക്കി അപ്സരയുടെ മുമ്പിൽ പറഞ്ഞു. ഞാൻ അപ്പോൾ പെട്ടെന്ന് കുളിക്കാം, നിങ്ങൾ ആരെങ്കിലും വരുമല്ലോ എന്ന് വെച്ചിട്ട്. അതുപോലെ തന്നെ കേക്ക് മുറിക്കുന്ന ടൈമില് അപ്സര കുളിക്കായിരുന്നു. അപ്സരനെ ആരും വിളിച്ചില്ല എന്നാണ് അപ്സരയുടെ ദുഃഖം. അതുകൊണ്ട് ഈ വീട്ടിൽ ആർക്കും അപ്സരയോട് സ്നേഹമില്ല എന്നാണ് അപ്സര പറയുന്നത്. ഓടിയണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു അർജുനേ, എല്ലാ വിഗ്രഹങ്ങളും വീണുടയുകയാണല്ലോ. അത് കഴിഞ്ഞപ്പോ സിബിനോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒരു ലെറ്റർ അയച്ചു. കൊടുത്ത നോട്ടീസും കഴിക്കില്ലാന്ന് പറയുന്നു. ബിഗ് ബോസ് ഒരു ഫോട്ടോസ്റ്റാറ്റിന്റെ പൈസ കൂടി ഗർഭ. ഞാൻ നോക്കുമ്പോ എല്ലാരും ഇവിടെ ഹാപ്പി ആയിട്ടാണ്. ഗബ്രി ജാസ്മിൻ പിരിയുന്നു. ഗബ്രിക്ക് ഇപ്പൊ വലിയ മൈൻഡ് ഒന്നും ഇല്ല. ജാസ്മിൻ ഇങ്ങനെ പുറകെ നടക്കണ്ട്, പക്ഷെ ഗബ്രി മൈൻഡ് ചെയ്യണം. അർജുന് ശ്രീതു ഒക്കെ അർജുന ശ്രീതു ഒക്കെ എന്ത് സന്തോഷം നോക്ക്. നമ്മൾ മാത്രം സന്തോഷം, നീ പിന്നെ മൈൻഡ് ചെയ്യണം. എന്ത് മനസ്സാണ് ആരെ? ശ്രീതുവിനെ. ഗബ്രി പറയണ്, ഞാൻ ശ്രീതുവിനെ നോക്കിയാലോ. ജാസ്മിൻ കൊല്ലും പന്നി ഞാൻ. കൂടുതൽ പരിശോധനകൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പൂജനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിന്ന് അറിയിപ്പുണ്ടായിരുന്നു. പൂജ വാക്കൗട്ട് ചെയ്തു എന്നാണ് നമ്മൾ അറിയുന്നത്. അടിപൊളി. അത് കഴിഞ്ഞ് ഈ ആഴ്ചയിലെ ഏറ്റവും മനോഹരമായ പല്ലുകൾ ആരുടെയാണെന്നുള്ള മത്സരമായിരുന്നു. എനിക്ക് അർജുന തോന്നി. ഒരു ടൂത്ത് പേസ്റ്റിന്റെ ഒരു സ്പോൺസർ ടാസ്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും നല്ല പല്ലുകൾക്ക് ഒരാഴ്ചയും സെലക്ട് ചെയ്യും, എന്നിട്ട് അവർക്ക് സമ്മാനം കൊടുക്കുന്നു. അത് സെലക്ട് ചെയ്യാനുള്ള ടൈം ആയിരുന്നു. എനിക്ക് അഭിഷേകിന്റെ. കുറെ പേര് പറഞ്ഞു അഭിഷേക്, കുറെ പേര് അർജുൻ. എനിക്ക് ഇഷ്ടപ്പെട്ട പല്ല് ഗബ്രിയുടെ ആണ്. എനിക്ക് ഇഷ്ടമുള്ളത് ജാസ്മിന്റെ പല്ലുകളാണ്. ജാസ്മിൻ ഗബ്രി, ഗബ്രി ജാസ്മിൻ, സ്വാഭാവികം. അങ്ങനെ എനിക്ക് തോന്നുന്നു അവസാനം ശ്രീതുവിന്റെ അടുത്ത് പന്തെത്തി. അഭിഷേക്. ശ്രീതു അർജുനെ പറഞ്ഞില്ല, അഭിഷേകിനെ പറഞ്ഞു. എങ്ങനെ ഇരിക്കാണ് നിനക്ക്? അങ്ങനെ തന്നെ വേണോ അർജുന്? അഭിഷേക് അഭിഷേക് ഇതെന്താ മറിമായം? ഇവൾക്ക് എന്നോട് ക്രഷ് അടിച്ച ഇഷ്ടായി, അതെനിക്കിഷ്ടായി. അഭിഷേക് ഈശ്വര, ഈ ആഴ്ച ശ്രീതു അഭിഷേകിന്റെ പുറകെ ആയിരിക്കോ? സത്യത്തിൽ ഇവളാണ് കോഴി. സിബിൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. സത്യത്തില് മുംബൈയിലെ സൈക്കോളജിസ്റ്റ് കൊള്ളാട്ടാ. വരുന്ന എല്ലാവരും അടിപൊളിയാക്കിട്ട് തിരിച്ചു വിടണം. ഇങ്ങനെ ഞാൻ പറയെങ്കിലും നാളെ സിബിൻ ഇറങ്ങി പോവാണെന്നുള്ള ന്യൂസ് കേട്ടു. ജനങ്ങൾ പുറത്താക്കുമ്പോ പോവാം. സത്യം പറഞ്ഞവര് സൈക്കോളജിസ്റ്റിനോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ അതിന്റെ ക്രൂവിനോടും ഷോ പ്രൊഡ്യൂസറിനോടും ഷോ ഡയറക്ടറിനോടൊക്കെയാണ് സംസാരിക്കുക. ഇനി പോവാതെ ഇവരാണ് പുതിയ കോംബോ. സായി പുറത്തുനിന്നുള്ള കാര്യങ്ങൾ ജാസ്മിനോട് വന്ന് പറഞ്ഞത് സായിയുടെ ഗെയിം പ്ലാൻ ആയിരുന്നു. സായിയേ, നീ അത് പറഞ്ഞു, അത് അവർക്ക് ഇതാണ് വേണ്ടതെന്ന് നീ പറഞ്ഞു. ഓക്കെ, എനിക്കറിയാം ഞാൻ പറഞ്ഞ കാര്യം പുറത്തെങ്ങനെ കണക്ട് ആവും. പുറത്ത് എന്താ പേര് വന്നെന്ന് നിനക്കറിയോ? നീ വാഴയാന്ന്. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. സായിയുടെ ബുദ്ധി ഗെയിം പ്ലാൻ ആണ്. എന്ത് ഇത്ര എടുത്താൽ മതി സാധനം. ഗെയിം പ്ലാൻ ആണ് പോലും. ഇവര് അഭിഷേകിന്റെ നല്ല പല്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ അടിച്ചു പിരിഞ്ഞില്ലേ? അറിയില്ല. വെള്ളം കുടിക്കും. അത് കുടിക്കേണ്ടേ പോണ്ട്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഇപ്പം സഹിക്കെന്താ തോന്നുന്നത് എന്റെ കാര്യം. അത് കഴിഞ്ഞപ്പോ ശരണ്യ സായിയുടെ അടുത്ത് ചെന്നിരുന്നിട്ട് നിനക്ക് എന്താ തോന്നണേ, എന്നെ പറ്റി എന്താ തോന്നണേ, നീ അത് പറ. അവർ കിട്ടിയപ്പോ ശരണ്യ ഉദ്ദേശിച്ചതൊന്നും സായി പറഞ്ഞില്ല. സായി പറഞ്ഞു
പവർ കിട്ടിയതിന് ശേഷം ഇത്തിരി ആള് മാറിയതായിട്ട് തോന്നുന്നുണ്ട്. അത് തന്നെയായിരിക്കും പുറത്തും. ബൈ ദ ബൈ, കണ്ടന്റ് ഉള്ള ഒരു വീക്കിന് ശേഷം മരണ വീട്ടിലെ അവസ്ഥയ്ക്ക് സമാനമായ ഒരു എപ്പിസോഡ് ഇവിടെ തീരും. എന്തായാലും എന്റെ ജാൻമണി ദാസ് ചേച്ചി നന്നായിട്ട് ശപിച്ചിട്ടുണ്ടല്ലേ. എപ്പിസോഡ് 44ന്റെ റിയാക്ഷൻ ഇവിടെ തീരുന്നു. 45ന്റെ റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ ടാറ്റാ.